പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണുവിനും ശിവനുമായും തുല്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാണ്ഡവരുടെ വനവാസക്കാലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുകയും അവർ ഓരോരുത്തരും ശ്രീകൃഷ്ണ പരമാത്മാവിനെ നിത്യവും പൂജിക്കാനായി ഭാരതപ്പുഴയുടെ തീരത്ത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. നകുല സഹദേവന്മാർ ഒരു പ്രതിഷ്ഠയും മറ്റു 3 പേർ ഓരോ പ്രതിഷ്ഠയും നടത്തിയെന്നാണ് ഐതിഹ്യം. കാശി ദർശനം കഴിഞ്ഞ് മടങ്ങിയ ബ്രാഹ്മണന് മുന്നിൽ ദർശനം നൽകി ശിവഭഗവാനും ഈ പുണ്യതീരത്ത് കുടികൊണ്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം. അല്ല, പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും കരുതുന്നു. അങ്ങനെ പാണ്ഡവർ പ്രതിഷ്ഠിച്ച 4 വിഷ്ണു പ്രതിമകളും പരശുരാമ പ്രതിഷ്ഠിതമായ ശിവലിംഗ പ്രതിഷ്ഠയും ചേർന്ന് 5 പ്രതിഷ്ഠാമൂർത്തികൾ ഇവിടെ കുടികൊള്ളുന്നു. അങ്ങനെ 5 മൂർത്തികൾ കുടികൊള്ളുന്നതിനാൽ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള പ്രധാന പിതൃതർപ്പണ സ്ഥലമാണ് തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. പിതൃബലി ചെയ്വതിനെന്തു കാര്യം എന്നു വികൃതിയായി ചോദിച്ചിതെന്റെ ചിത്തം. പിതൃബലി ചെയ്വതിനെന്തു കാര്യം എന്നു വികൃതിയായി ചോദിച്ചിതെന്റെ ചിത്തം. പ്രകൃതിയായി ചേർന്നൊരാ പൂർവികർ നമ്മൾക്കു സുകൃതമേകി പ്രസാദിക്കുമത്രേ. പ്രകൃതിയായി ചേർന്നൊരാ പൂർവികർ നമ്മൾക്കു സുകൃതമേകി പ്രസാദിക്കുമത്രേ. ദേഹം വെടിഞ്ഞെങ്ങു പോയിടുന്നു, ദേഹി എന്നാരുമേ കണ്ടതില്ല. ദേഹം വെടിഞ്ഞെങ്ങു പോയിടുന്നു, ദേഹി എന്നാരുമേ. പവിത്ര പാപനാശൻ ആയുത്തേജോ കലസൗഖ്യ ശാരദക്രിയാഹം പവിത്രധാരണ നമ്മ പുരുഷന്മാരെ വരത്തതിന് മോദം. ഈ ആ പാത്രത്തിന് മുന്നിലുള്ള കയ്യൊന്ന് കയ്യൊന്ന് ആ നീളത്തിൽ കാണുന്ന കർമ്മത്തിൽ എടുത്തോളൂ. നീളത്തിൽ നിങ്ങളതാണ് ഒരു വർഷത്തെ സബിന്റെ ക്രിയാദികൾ ഒരു വർഷം വീട്ടിലൊന്നും ചെയ്യുന്നത് സബിന്റെ ക്രിയാദികളും കൊള്ളിമാത്രത്തിൽ സർവ്വതിനും സബിന്റെ ക്രിയാദി കൊള്ളിമാത്ര ശുദ്ധപിണ്ട പ്രായച്ചില്ല. നിങ്ങൾ ആർക്കും ഗോദാവരി കൈക്കുമ്പിളിൽ വെള്ളമെടുക്കും. പ്രേതായ അഭ്യംഗം സദാ നിങ്ങളുടെ തലക്കിൽ കൊടുക്കും. ഇനി എടുക്കും പ്രേതായ ബന്ധുഷം സദാ വെള്ളം കൊടുക്കും. ഇനി എടുക്കും പ്രേതായ സ്നാനാർത്ഥജലം സദാ വെള്ളം കൊടുക്കും. ഇനി എടുക്കും പ്രേതായ പാദസൂര് പുലിന്റെ തലക്കിൽ. എള്ളു തൊട്ട് തലക്കിൽ 3 പ്രാവശ്യം വെള്ളം കൊടുക്കും. തിലോദകം സദം. എള്ളൂടെ ചെരിക്കണ്ട, പാത്രത്തിൽ മുക്കി വെക്കും. എള്ളു തൊട്ട് 3 പ്രാവശ്യം. എള്ളു തൊട്ട് തലക്കിൽ 3 പ്രാവശ്യം. ചന്ദനം തൊട്ട് 3 പ്രാവശ്യം. ഗന്ധോദകം സദം. തറവാട്ട് പേര് മരിച്ച ഒരു വർഷത്തെ ക്രിയാദികളും കൊള്ളി മാത്രം തൊട്ട് 3 ഇപ്പം പറയട്ടെ. മൂന്ന് പ്രാവശ്യം പുഷ്പം ആരാധിക്കും. 3 പ്രാവശ്യം പുഷ്പം. 3 പ്രാവശ്യം പുഷ്പം, 3 പ്രാവശ്യം ജലം കൊടുക്കും, വെള്ളം കൊടുക്കും. പിണ്ടം നന്നായി തൊട്ട് നമസ്കരിക്കും.
ഇനി നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിൽ പൂർവീക സങ്കല്പിച്ച് പുല്ലിൻ്റെ തലഭാഗത്ത് കുറേശ്ശെ കുടഞ്ഞിട്ടു, ഉതിർത്തിട്ടില്ല, ഇവിടെ കുടഞ്ഞിട്ടു കുടഞ്ഞിട്ട പിണ്ടത്തിനുള്ള എള്ളു തൊട്ട് 3 പ്രാവശ്യം വെള്ളം, എള്ളു തൊടുക, പിണ്ടത്തിന് 3 പ്രാവശ്യം വെള്ളം, എള്ളു തൊട്ട് 3 പ്രാവശ്യം വെള്ളം. ചന്ദനം തൊട്ട് 3 പ്രാവശ്യം. 9 മസവിണ്ഠം 10 മസവിണ്ഠം 11 മസവിണ്ഠം സംവത്സരം എന്ന് പറഞ്ഞാൽ 12 മാസത്തെ പിണ്ട കേട്ടോ. 12 പ്രാവശ്യം 12 മാസം അടുത്തു 12 പ്രാവശ്യം ജലം കൊടുക്കും. നിങ്ങൾ അതിലെ എഴുത്തൊക്കെ വാരെടുത്തോളൂ, എല്ലാം കമത്തി കേട്ടോ, പിണ്ടത്തോടെ കമത്തി ഇട്ടു കേട്ടോ, പിണ്ടത്തോടെ കമത്തി കേട്ടോ. ഇനി ആ പവിത്രം ഒന്ന് ഊരിക്കോളൂ, മോതിരം നൂറ്. മോതിരത്തിൻ്റെ കെട്ടൊന്ന് അഴിച്ചരടാതിരിക്കട്ടെ, കെട്ട അഴിച്ചരടാതിരിക്കട്ടെ. ഇലയുടെ മുകളിൽ എല്ലാവരും വെള്ളം തളിക്കും. തലക്കിൽ നടുവായിട്ട് സ്വല്പം ചെയ്യും, തലക്കിൽ നടുവായിട്ട് ഇലയുടെ തലക്കിൽ നടുവായിട്ട് ഇല ഇങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഇലയുടെ മാറ്റി വെച്ചു, ഇല ആദ്യം എടുത്ത് മാറ്റി വെച്ചു. ഇലയിൽ നിന്ന് ഘ്രാണഭക്ഷണം വാസനിച്ച് ബലിട്ട സ്ഥലത്ത് നിന്ന് മുതൽ പുഷ്പമെടുക്കും. ഗയ ശ്രാദ്ധബലം, ഗയയിൽ കാശിയിൽ പോയിട്ട് നിങ്ങൾ അച്ഛന് വേണ്ടി, നിങ്ങൾ ചേച്ചിക്ക് വേണ്ടി 1 വർഷത്തെ ശബരി ക്രിയാദികളും പുള്ളി മാസോട്ട് സമർപ്പിക്കുന്നു. പിന്നിരിക്കാം, ഇനി ഒന്ന് നീട്ടു നിന്നോളൂ, കാശി വിശ്വനാഥൻ, മഹാവിഷ്ണു, പരമശിവൻ 5 മൂർത്തുന്ന പ്രാർത്ഥിച്ചു. ഭഗവാനെ മരിച്ചുപോളും മോക്ഷം കൊടുക്കണം, അറിഞ്ഞറിയാതെ തെറ്റിന് മാപ്പ് തരണം, സമസ്ത അപരാധങ്ങളും പുറത്ത് മാപ്പ് തരണം, അജ്ഞാനത്വം, പ്രമാദോത്വം, വൈകല്യത, സാധനക്ഷമത, പിന്യൂന്യം, അതിരിക്കഞ്ച, സൽസർവം, സിന്ധുമത. ആ പിണ്ട നന്നായി തൊട്ട് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി പരമാത്മനിൽ ലയിച്ചിടുമത്രേ ഇഹലോകവാസം വെടിഞ്ഞു ജീവാത്മാവ് പരമാത്മനിൽ ലയിച്ചിടുമത്രേ. സ്വർഗം നരകം പരലോകവും പുനർജീവനുമെന്നെ കുഴക്കിടുന്നു. സ്വർഗം നരകം പരലോകവും പുനർജീവനുമെന്നെ കുഴക്കിടുന്നു. എങ്കിലും പൂർവികരെ സ്മരിക്കാൻ ആണ്ടിലൊരു നാൾ നിനയ്ക്കുകിൽ നന്നു നൂനം. എങ്കിലും പൂർവികരെ സ്മരിക്കാൻ ആണ്ടിലൊരു നാൾ നിനയ്ക്കുകിൽ നന്നു നൂനം.